ബാന്ദ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗാലക്സി അപ്പാർട്ട്മെന്റിലെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് പടക്കം പൊട്ടുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേട്ട ബോളിവുഡ് നടൻ സൽമാൻ ഞെട്ടിയെണീക്കുന്നത്. പുലർച്ചെ 4:55 ബൈക്കിലെത്തിയ 2 പേർ തന്റെ അപ്പാർട്ട്മെന്റിന്റെ 1-ാം നിലയിലെ ബാൽക്കണിയിലേക്ക് വെടിയുതിർത്തത് സൽമാന്റെ അംഗരക്ഷകരാണ് ആദ്യം കണ്ടത്. 5 റൗണ്ട് വെടിയുതിർത്ത ശേഷം പ്രതികൾ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു. സൽമാന്റെ മൊഴിയിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് താരത്തിന്റെ വീടിന് പുറത്തും പരിസരത്തും കനത്ത പോലീസ് കാവലും ഏർപ്പെടുത്തി. ഒപ്പം വൈ കാറ്റഗറി സുരക്ഷയും സൽമാന് നൽകി. തുടർന്ന് ഇവരുടെ ചിത്രങ്ങളടങ്ങിയ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിടുകയും ചെയ്തു. തന്നെയും കുടുംബാംഗങ്ങളെയും കൊല്ലാൻ തന്നെ ലക്ഷ്യമിട്ടാണ് സംഘം ബാന്ദ്രയിലെ വസതിക്ക് നേരെ വെടിവെച്ചതെന്നാണ് സൽമാന്റെ വാദം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുംബൈ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് കുപ്രസിദ്ധ ഗുണ്ടാ തലവന്മാരായ ലോറൻസ് ബിഷ്ണോയിയെയും സഹോദരൻ അൽമോൽ ബിഷ്ണോയിയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സൽമാൻ ഖാന്റെ മൊഴി രേഖപ്പെടുത്തിയത്. എന്നാൽ ലോറൻസ് ബിഷ്ണോയിയും സഹോദരൻ അൽമോൽ ബിഷ്ണോയിയും അക്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത രംഗത്ത് വന്നിരുന്നു. തനിക്കും കുടുംബത്തിനും ഒട്ടേറെ ഭീഷണികൾ മുൻപ് ലഭിച്ചിരുന്നതായി സൽമാൻ ഖാൻ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2022 തന്റെ കെട്ടിടത്തിന് എതിർവശത്തുള്ള ബെഞ്ചിൽ ഭീഷണി കത്ത് കണ്ടെത്തി. 2023 മാർച്ചിൽ ലോറൻസ് ബിഷ്ണോയി സംഘത്തിൽ നിന്ന് ഇമെയിൽ വഴിയും ഭീഷണി ലഭിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെയും 2024 ജനുവരിയിൽ 2 അജ്ഞാതർ പൻവേലിനടുത്തുള്ള സൽമാന്റെ ഫാം ഹൌസിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും കുറ്റപത്രത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രത്യേക കോടതിയിൽ 1735 പേജുള്ള കുറ്റപത്രമാണ് പോലീസ് സമർപ്പിച്ചത്. അറസ്റ്റിലായ 6 പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ മതിയായ തെളിവുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അടുത്തിടെ കുറ്റപത്രം കോടതി അംഗീകരിച്ചു. അറസ്റ്റിലായ 6 പ്രതികളിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ ആത്മഹത്യ ചെയ്തു. 5 പേർ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അധോലോക നായകൻ ബിഷ്ണോയി സംഘത്തിലെ ഷൂട്ടർമാരായ ധനഞ്ജയ് താപ് സിംഗ്, ഗൗരവ് ഭാട്ടിയ, വബ്സി ഖാൻ, റിസ്വാൻ ഖാൻ എന്നിവരാണ് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട പിടിയിലായത്. ഇവർ ഫാം ഹൌസിന് സമീപത്തും സൽമാന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പരിസരത്തും നിരീക്ഷണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അധോലോക നായകൻ ലോറൻസ് ബിഷ്ണോയിയും സംഘവും ഒരുക്കിയ വൻ പദ്ധതികൾ മുംബൈ പോലീസാണ് പൊളിച്ചെഴുതിയത്. AK-47 തോക്കുകൾ ഉപയോഗിച്ച താരത്തിന്റെ വാഹനത്തിന് നേരെ വെടിയുതിർക്കാനുള്ള പദ്ധതിയാണ് പോലീസിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞത്. ഇതിനൊക്കെ പുറമെ മഹാരാഷ്ട്രയിലെ പൻവേലിൽ വെച്ച സൽമാന്റെ കാറിന് നേരെ ആക്രമണം അഴിച്ചുവിടാനായിരുന്നു മറ്റൊരു പദ്ധതി. സൽമാന്റെ ഫാം ഹൌസ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്താണ്. ഇതിനായി സംഘം പാകിസ്ഥാനിയായ ആയുധ ഇടപാടുകാരിൽ നിന്ന് തോക്കുകളും മറ്റും വാങ്ങിയിരുന്നതായും പോലീസ് കണ്ടെത്തി.